എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ പ്രിയദർശിനി യാത്രയ്ക്ക് ഞാൻ വന്നതാണ്. ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ ദാണ്ട ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന വഴിയിൽ ദാണ്ട ബോട്ട് ജെട്ടിയുടെ അതുവഴിയാണ് പോകുന്നത്, അഷ്ടമുടി കായലിൻ്റെ സൈഡിലൂടെ. ഇതാണ് നമ്മുടെ അഷ്ടമുടി കായൽ. അഷ്ടമുടി കായലിൽ വെച്ച് വള്ളംകളിയൊക്കെ നടക്കാറുണ്ട്, പ്രസിഡൻസ് ട്രോഫി വള്ളംകളി. ഇഷ്ടംപോലെ ബോട്ടുകളെല്ലാം നിരന്ന് കിടപ്പുണ്ട്. ഇത് കാണുന്നത് ഒരു പുതിയ പാലമാണ്. അതുവഴി നമുക്ക് കടവൂർ പള്ളിയിലും അങ്ങോട്ടേക്കെല്ലാം യാത്ര ചെയ്യാം. ഈ കിടക്കുന്ന ബോട്ടിലൊക്കെ നമുക്ക് റെൻറ്റിനെടുത്ത് ഫാമിലിയായിട്ടും നമ്മുടെ ഓഫീസിൽ നിന്ന് എല്ലാ സ്റ്റാഫുകളുമായിട്ടും എല്ലാം നമുക്ക് ട്രിപ്പ് പോകാനൊക്കെ പറ്റിയ നല്ല ഫുഡും എല്ലാം ഉള്ള കിടിലൻ ബോട്ട് സൗകര്യമാണ്. ഇതുവഴി പാസ് ചെയ്താണ് പോകുന്നത് ബസ് സ്റ്റാൻഡിലേക്ക്. വഴിയോര കാഴ്ചകൾ സൂപ്പറാണ്. ഞാൻ ഇവിടെ നിന്നൊരു ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്തുകൊണ്ടാണ് പോകുന്നത്. ഇവിടെ ബോട്ടൊക്കെ കിടപ്പുണ്ട്. ഈ സ്റ്റെപ്പ് ഇറങ്ങി നമുക്ക് താഴോട്ട് പോയാൽ നല്ല കിടിലൻ നല്ല ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. നല്ല മനോഹരമായ കൊങ്ങിണിപ്പൂക്കൾ, അതുപോലെ തന്നെ കോഴിവാൽ ചെടി. കണ്ട ഇത് രസമാണ്. നോക്കി, കാറ്റത്തെല്ലാം ഇങ്ങനെ നിൽക്കുകയാണ്. ഇവിടെയൊക്കെ ബോട്ടുകളൊക്കെ കിടപ്പുണ്ട്. ഇത് കണ്ട, എല്ലാം നല്ല കിടിലൻ പേരുകളാണ് ബോട്ടിൻ്റെയൊക്കെ. കണ്ട, ഇതാണ് നമുക്കിപ്പോൾ കാണാനില്ലാത്ത വാടാമല്ലി. കണ്ട, നല്ല കിടിലൻ പൂക്കളൊക്കെ നട്ട് വളർത്തിയിട്ടുണ്ട്. ഇലച്ചെടികളും അതുപോലെ തന്നെ കൊങ്ങിണിപ്പൂവും തുളസിയും. ഈ കാണുന്നതാണ് ഭസ്മ തുളസി. ആ ബോട്ടിലെ ഒരു സ്റ്റാഫാണ് പറയുന്നത് ഇതാണ് ഭസ്മ തുളസി. ഞാനിതിപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നത്. 5:50 പ്രിയദർശിനി വണ്ടി. അത് കാരണം അതിന് മുൻപ് ഞാനിവിടെ നിന്ന് ഈ വീഡിയോസൊക്കെ എടുക്കുകയാണ്. എല്ലാ കൂട്ടുകാരെയും കാണിക്കാൻ. കണ്ട, നല്ല ജമന്തി കിടിലമാണ്. കണ്ട, പൂക്കളെല്ലാം ഇഷ്ടം പോലെ നിൽപ്പുണ്ട്. പല കളറിലുള്ള ജമന്തി പൂക്കൾ നട്ട് വളർത്തിയിട്ടുണ്ട്. തുളസി, സാധാരണ തുളസി, കോഴിവാൽ ചെടി, തുളസി, എല്ലാ തരത്തിലുള്ള ചെടികളും ഇവിടെ ഉണ്ട്. ശംഖുപുഷ്പം, കണ്ട, അരളിച്ചെടിയും നട്ട് വളർത്തിയിട്ടുണ്ട്. അതിലെ പൂ കണ്ട. അതുപോലെ ദാണ്ട ഇതിൻ്റെ മുകളിലേക്ക് പടർത്തി കയറ്റിയിട്ടുണ്ട് നമ്മുടെ ശംഖുപുഷ്പം. ഇത് രസമാണെന്ന് നോക്കിയാണ്. അതുപോലെ നല്ല ഒരു എക്സ്പീരിയൻസ് ആണ് ഈ ബോട്ടിലെ യാത്രയും. വീഡിയോ എടുക്കട്ടെ. ഇലച്ചെടികളും നട്ട് വളർത്തിയിട്ടുണ്ട്. ബോട്ടൊക്കെ ഇവിടെ കിടപ്പുണ്ട്. കണ്ട, എല്ലാവരും ഫ്രീ ടൈമിൽ ഇതുപോലുള്ള ബോട്ടിലൊക്കെ സവാരി ചെയ്ത് നല്ല എൻജോയ് ചെയ്യുക. ഞാൻ ബസ് സ്റ്റാൻഡിലേക്ക് പോവുകയാണ്. നമ്മുടെ പ്രിയദർശിനി സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ആ പ്രത്യേക ആ സൗകര്യം ഞാൻ പ്രയോജനപ്പെടുത്താൻ പോവുകയാണ്. വീഡിയോ എടുക്കാനായിട്ട് തന്നെ പോവുകയാണ്. 5:50 എൻ്റെ വണ്ടി. ചാത്തന്നൂർ ബസ്സാണ്, അതുവഴി പോകുന്ന ബസ്സാണ്. ബോട്ടിൻ്റെ ഫ്രണ്ടിലും ഒരു തുളസി ചെടി നട്ട് വളർത്തിയിട്ടുണ്ട്. എന്ത് രസമാണെന്ന് നോക്കിയാണ്. രണ്ട് ബോട്ടുകൾക്ക് നടുവിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അപ്പോൾ ഇനി ഞാൻ ബസ് സ്റ്റാൻഡിലേക്ക് പോവുകയാണ്. നമ്മുടെ യാത്ര എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ബോട്ട് ജെട്ടിയുടെ സമീപത്ത് കൂടെ ഞാൻ ഇങ്ങനെ മെല്ലെ നടന്ന് പോവുകയാണ്. ബോട്ട് ജെട്ടിയുടെ സമീപത്തുള്ള കാഴ്ചകൾ, ഒരുപാട് ബോട്ടുകൾ ഇവിടെ കിടപ്പുണ്ട്. ഓപ്പോസിറ്റ് സൈഡിലൊക്കെ 2 വീലറൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. നല്ല ഇതിൻ്റെ മുൻപിലായിട്ട് നല്ല ഹോട്ടലുകളും എല്ലാം കാണുന്നുണ്ട്. ബസ് സ്റ്റാൻഡ് ഇതുപോലെ കാണുന്നതാണ്. എല്ലാവർക്കും അറിയാം. മിക്ക കൂട്ടുകാരും ഇതുവഴി വന്നിട്ടുള്ളതായിരിക്കും. ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ എത്തി. ഇതാണ് ബസ് സ്റ്റാൻഡ്. ബസ്സുകളെല്ലാം കിടക്ക്. പ്രിയദർശിനി സ്ത്രീ സൗജന്യ യാത്ര എന്നുള്ള ബസ്സുകളൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട്. കണ്ട
ഇവിടെ എല്ലാം പല ബസ്സുകളും കിടക്കുന്നുണ്ട്. പ്രിയദർശിനിയുടെ ഞാൻ പോകുന്ന ബസ് ഇതിൻ്റെ കൂട്ടത്തിലില്ല. ഇതാണ് ബസ് സ്റ്റാൻഡ്. വീഡിയോ എടുക്കാനായിട്ടാണ് ഞാനിപ്പോൾ വന്നത്. അങ്ങനെ ഞാൻ പ്രിയദർശിനി ബസ്സിൽ കയറിയതാണ്ട ഫ്രണ്ട് സീറ്റിൽ തന്നെ ഇരുന്ന് എനിക്ക് വീഡിയോ എടുക്കുന്നതിനുള്ള സൗകര്യത്തിനായിട്ട്. ഇതാണ് ഇല്ല കാണുന്നതാണ് എൻക്വയറി കൗണ്ടർ. നമുക്ക് എവിടെ പോകണമെങ്കിലും അവിടെ അന്വേഷിക്കാം. ഏത് സ്ഥലത്ത് പോകണമെങ്കിലും എല്ലാ സ്ഥലത്തേക്കുമുള്ള ബസ്സുകൾ വരികയും പോവുകയും ചെയ്യുന്നുണ്ട്. ഇത് 5:50 മാത്രമേ പുറപ്പെടൂ. ഇന്നലെ 5:50 എടുത്ത ബസ് ഇന്ന് 5:34 തന്നെ ബസ് എടുത്തു. അങ്ങനെ എല്ലായിടത്തും ആളുകളൊക്കെ കയറാനായിട്ട് നിൽപ്പുണ്ട്. വഴിയെ പോകുന്ന സൈഡിൽ കൈ കാണിച്ചപ്പോഴൊക്കെ നിർത്തുന്നുണ്ട്. അങ്ങനെ ഏതാണ്ട് ഇതൊക്കെ അതിൻ്റെ മുമ്പിലുള്ള തമ്പുരാൻ ഹോട്ടലൊക്കെ നമ്മുടെ ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ട് മുമ്പിലുള്ള ഹോട്ടലുകളാണ്. ഇതിൻ്റെ ഇടത് സൈഡിലായിട്ട് ബ്രൈറ്റ് ഹോട്ടലുണ്ട്. ദാണ്ട ഇവിടെ കാണാം. പിന്നെ ദാണ്ട കണ്ട ഹോട്ടൽ ബ്രൈറ്റ്. അതിൻ്റെ അപ്പുറത്തായിട്ട് ദാണ്ട ഇവിടെയാണ് KSRTC ബസ്സുകളെല്ലാം ഇട്ട് പണിയുന്നത്. കണ്ട ഗാരേജാണ്. കണ്ട ദാണ്ട ഇത് ഓട്ടോ സ്റ്റാൻഡ്. ഇവിടെ ദാണ്ട പൂക്കച്ചവടമൊക്കെ ഉണ്ട്. ഇവിടെ നിന്ന് നമുക്ക് മുല്ലപ്പൂവൊക്കെ വാങ്ങിക്കാം. കാരുണ്യ ഓപ്റ്റിക്കൽസിൻ്റെ തൊട്ടടുത്താണ്. ദാണ്ട ഇതാണ് വേളാങ്കണ്ണി മാതായുടെ പള്ളി. എല്ലാവരും ഇവിടെ ഇരുന്ന് റോഡ് സൈഡിലാണ് പ്രാർത്ഥിക്കാം. ദാണ്ട ഇത് നോക്ക്, വഴിയോര കടകളും. ദാണ്ട ഇത് RP മാൾ. അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് കല്യാൺ ജുവലേഴ്സ്. കണ്ട ഇതെല്ലാം ചിന്നക്കടയിലെ കൊല്ലത്തെ നമ്മുടെ ഫേമസ് ആയിട്ടുള്ള കടകളും വഴിയോര കാഴ്ചകളുമാണ്. ഞാൻ ജോയ് ആലുക്കാസ് മുമ്പ് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. കണ്ട ഇതാണ് ജോയ് ആലുക്കാസ്. അതിൻ്റെ ഇപ്പുറത്തോട്ടായിട്ട് പാർവതി മിൽസ് അത് സ്ഥിതി ചെയ്യുന്നു. ഇവിടെ ബസ് സ്റ്റോപ്പൊക്കെയാണ്. അതുപോലെ തന്നെ TB സെൻറ്ററാണ്. ഇതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് TB സെൻറ്ററാണ്ട. വഴിയോരങ്ങളിലെ കാഴ്ചകളും കൂട്ടുകാരെ കാണിക്കാമെന്ന് വിചാരിച്ചു. സൈഡിലിരുന്ന് വീഡിയോ എടുക്കുകയാണ്. ഇത് ജോസ്കോ ജുവലേഴ്സ്. ജോസ്കോ ജുവലേഴ്സിൻ്റെ ഇപ്പുറത്തായിട്ട് നല്ല വണ്ടികളൊക്കെ പാർക്ക് ചെയ്യുന്നതിനൊക്കെ ഉള്ള സൗകര്യം. ഇത് ചിന്നക്കട റൗണ്ട് അബൌട്ടാണ്. ഇവിടെ നല്ല ഒരു നെല്ലിമരമൊക്കെ ഉണ്ട്. മുമ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇതുവഴി ഇങ്ങനെ കറങ്ങി അങ്ങ് ചെല്ലുമ്പോൾ ഈ ഇടത് സൈഡിൽ കാണുന്നതാണ് റെസ്റ്റ് ഹൗസ്. എല്ലാ MLA മാരും എല്ലാം അവിടെ വന്ന് ഫുഡ് കഴിക്കാനും റെസ്റ്റ് എടുക്കാനും ഒക്കെ വരാറുണ്ട്. ഇതിൻ്റെ താഴെയായിട്ട് അങ്ങോട്ട് കാണുന്നത് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാനുള്ള കുറുക്ക് വഴിയാണ്. ചിന്നക്കട വന്നിട്ട് ഈ കാണുന്നത് പ്രസ് ക്ലബിൻ്റെ എന്തെങ്കിലും മീറ്റിങ്ങൊക്കെ ഈ നീല ഷീറ്റിൻ്റെ അടിയിലാണ് സംഘടിപ്പിക്കുന്നത്. പത്രസമ്മേളനമൊക്കെ സംഘടിപ്പിക്കുന്നത്. ഇത് റെയിൽവേയുടെ പ്രോപ്പർട്ടിയാണ്. താഴെ കാണുന്ന ഈ കാട് പോലെയുള്ള മരങ്ങൾ. അതിൻ്റെ അപ്പുറത്തായിട്ട് കാണുന്ന മഞ്ഞ പെയിൻ്റ് അടിച്ച ബിൽഡിങ് എല്ലാ കൂട്ടുകാരും ഒന്ന് ശ്രദ്ധിക്കണം. ഇതാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ പുതുതായിട്ട് സ്ഥാപിച്ച പൈസ കൊടുത്ത് പേ പാർക്കിംഗ് സൗകര്യം ഇവിടെയാണ്. കണ്ട എല്ലാ ആധുനിക സൗകര്യങ്ങളോടും കൂടിയ പാർക്കിംഗ് സൗകര്യമാണിത്. കണ്ട പേ പാർക്കിംഗ് ആണ് ഇവിടെ. ഇത് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകാനുള്ള അവിടെ ആ ഭാഗത്തൊക്കെ ഇപ്പോൾ ഓരോ ബിൽഡിങ്ങൊക്കെ വരുന്നുണ്ട്. പല കോഴ്സുകളോ ഏതൊക്കെയോ വരുന്നുണ്ട്. അതിൻ്റെ മുന്നോടിയായിട്ടാണ് ഇതെല്ലാം സ്ഥാപിച്ചിരിക്കുന്നത്. റെയിൽവേ സ്റ്റേഷൻ്റെ അതും കഴിഞ്ഞ് നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ട ഇടത് സൈഡിൽ ഈ കാണുന്നത് കണ്ട ഇത് ജല അതോറിറ്റിയുടെ ഇതാണ്. അതിനകത്ത് ഒരു ക്യാൻറ്റീനൊക്കെ ഉണ്ട്. പിന്നെ കൊല്ലം കോർപ്പറേഷൻ ബിൽഡിങ്. ഇതാണ് കേരള വാട്ടർ അതോറിറ്റി. കണ്ട നേരത്തെ കണ്ടത് കൊല്ലം കോർപ്പറേഷൻ. ഇത് കേശവൻ മെമ്മോറിയൽ ടൗൺ ഹാൾ. അതിൻ്റെ വെളിയിലായിട്ട് കണ്ട കടലാസ് ചെടികളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പുറത്തൊരു പാർക്കിംഗ് ഉണ്ട്. ഇവിടെയാണ് ഈ നഴ്സറിയിൽ നിന്നാണ് ഞാൻ ചെടികൾ വാങ്ങുന്നത്. ഇതാണ് കൻ്റോൺമെൻറ്റ് മൈതാനം എന്നറിയപ്പെടുന്നത്. ഇവിടെ ഏക്കർ കണക്കിന് വസ്തുക്കളുള്ളതെല്ലാം ഗവൺമെൻറ് ഏറ്റെടുത്ത് ഇപ്പം പല ബിൽഡിങ്ങും കുറേ പുരോഗമനം ഇവിടെ ഉണ്ടായി. ഇവിടെ SM കോളേജ്.
അങ്ങനെ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എൻ്റെ സ്റ്റോപ്പിലെത്തി, ഞാൻ ഇറങ്ങി. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ടാറ്റ.